2900 മുതലാണ് വാതിൽ കട്ടിലയുടെ പ്രൈസ് ആരംഭിക്കുന്നത്. ഈ സ്റ്റിക്കിലാണ് ഇത് അടക്കലും തുറക്കലും. ഈ ഒരു ഡോറിന് നമുക്ക് എങ്ങനെ ആയാലും ഒരു 8 രൂപ മേലെ. ഇതേ സാധനം ട്രീറ്റ് ചെയ്യാത്തണെങ്കിൽ 6 രൂപ വരുള്ളൂ. 9 അടി ഹൈറ്റാണ്. 9 അടി ഹൈറ്റും 200 സെന്റിമീറ്റർ വീതിയുള്ള ഡോർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഈ സാധനം ഇത്ര ക്വാളിറ്റി ഉള്ള ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുന്നതാണ്. ലക്ഷദ്വീപ് ആദ്യം സ്പെഷ്യൽ. അവിടെ ഈ ഉപ്പിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇവിടെ മരം തന്നെ മരം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ചുമരിന് നേരെ വിൻഡോ ഒക്കെ അങ്ങ് വെക്കാം. വിൻഡോ ഇത് ഒരു നിലന്റെ അപ്പുറം ഉണ്ടല്ലോ. സെന്റർ വരെ ഗ്ലാസ് വരും. ഇതണ്ട ഇതിന് കൊത സെന്റർ വരെ ഗ്ലാസ് അല്ലേ? അതിന് സെന്റർ ആദ്യം ഗ്ലാസ് ആണ് വരുന്നത്, ഇതിലും ഗ്ലാസ് ആണ് വരുന്നത്. ഈസിയാണ്. വിൻഡോ വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് മെഷർമെന്റ്സ് എടുക്കും, അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. അതെ അതെ തീർച്ചയായിട്ടും. ഫാബ്രിക്സ് ഫുള്ള് ഇല്ലല്ല, ഇപ്പൊ നമ്മളെ നാടൻ പണിക്കാരാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ആള് പോലും ഇല്ല. ഹായ് ഫ്രണ്ട്സ്, മരത്തിന് എന്താ കൊമ്പുണ്ടോ? പണ്ട് കാലം മുതലേ മരത്തടി മതി എന്ന് പറയും വീട് പണിക്ക് പലരും. എന്നാലും പുതിയ മെറ്റീരിയലൊക്കെ മാർക്കറ്റിൽ വന്നിട്ട് വീണ്ടും മരം മതി എന്ന് പറയുന്ന ആൾക്കാർ തന്നെയല്ലേ കൂടുതൽ. വേറെ ഒന്നും കൊണ്ടല്ല, മരത്തിന്റെ ആ ഒരു പവർ വേറെ എന്തിൽ കിട്ടും അല്ലേ? നമ്മളിതാ വലിയ അടിപൊളിയായിട്ടുള്ള ഡോറുകളും വിൻഡോകളും അതുപോലെ വീട് പണിക്ക് ഉപയോഗിക്കുന്ന മരത്തടികൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പാകപ്പെടുത്തി തരുന്ന ടീമിന്റെ കൂടെ കള്ളിയത്ത് ടിമ്പേഴ്സിലാണ് വന്നിരിക്കുന്നത്. വീട് പണിക്ക് ആവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലും ചാനലുണ്ട്. നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെന്ന് അറിയാം. എന്നാലും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ. ഡെക്കോ ഡിസൈൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആൽക്കൻ. വമ്പൻ ഡോറുകൾ കാണുമ്പോ കള്ളിയത്ത് ടിമ്പേഴ്സിലല്ലാതെ എവിടെ വരണ? നമസ്കാരം. ഒരുപാട് ആൾക്കാർ പറയാണ് ഇപ്പൊ ഒരുപാട് മെറ്റീരിയൽ ഇറങ്ങി, നമ്മളെന്നെ പരിചയപ്പെടുത്തി. അവർക്ക് മരം മതി എന്ന് പറയുന്ന ആൾക്കാർ കമന്റിൽ ഒരുപാടുണ്ട്. മരം കൊണ്ടുള്ള സ്നേഹം തീർച്ചയായിട്ടും. അപ്പോഴാണ് നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങൾ പരിചയപ്പെടുത്തേണ്ടത് അവർക്ക് വേണ്ടി അല്ലേ? അതെ. ഒരുപാട് ആൾക്കാർ മരത്തിൽ ചെയ്യുന്നില്ല ഇപ്പൊ. പിന്നെ ഇപ്പൊ കൂടുതലും ആദ്യമൊക്കെ ഇരുമ്പിലേക്ക് പോയൊക്കെ മരത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതെ. കാരണം വെച്ചാൽ അതില് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇത് കണ്ടില്ല നിങ്ങള്, ഈ വിൻഡോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ആളുകൾ ഇങ്ങനെ തന്നെ വേണമെന്ന് പറയും. എങ്ങനെ ഇതിന്റെ സിസ്റ്റം? ഇത് ശരിക്ക് പിന്നെ നമ്മള് ഒരു ചങ്ങരംകുളം നമ്മള് കസ്റ്റമറിനുള്ളതാണ്. ഇത് ചെയ്യുമ്പോ ഇതിന്റെ ഈ ഇഞ്ചസ്, ഇതിന്റെ ഉള്ളിലുള്ള ഇഞ്ചസ് ഉണ്ട്, ഈ ചെറിയ ഇഞ്ചസ്. ഈ സാധനം ഇത്ര ക്വാളിറ്റി ഉള്ള ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ ഗുജറാത്തിൽ നിന്ന് വരുത്തിയതാണ്. അതുപോലെ ഈ സ്റ്റിക്ക് ഈ സ്റ്റിക്കിന്റെ ഇഞ്ചസ്, ബാക്കിലുള്ള സ്റ്റിക്കിന്റെ ഇഞ്ചസ്, ഈ സ്റ്റിക്കിലാണ് ഇത് അടക്കലും തുറക്കലും. ഇപ്പൊ നമ്മള് ഇതിന്റെ അടിഭാഗത്ത് കുറച്ച് കണ്ടില്ല നിങ്ങള് അവിടെ ഫിക്സ് ആയി നിൽക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാല് ഇപ്പൊ നമുക്ക് ഈ പിന്നെ പുറത്തുനിന്നുള്ള ഏഴജന്തുക്കളും ഇതൊക്കെ ഒന്ന് കേറാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സംഭവത്തിന് ചെയ്തതാണ്. അത് ഫിക്സ് ആയിട്ട് ചെയ്തതാണ്. അല്ല, ഇത് മെയിൻ ഡോറിന്റെ വേറുണ്ട്. ഓക്കെ, ഒരുപാട് സൈറ്റിൽ ഇപ്പൊ മരത്തിന്റെ ഒരുപാട് വർക്കുകൾ നടക്കുന്നുണ്ട്. നല്ല ഭയങ്കര ഭംഗിയായിരിക്കും. ഇപ്പൊ ഈ വുഡ് ഏതാന്ന് ഒരാൾ ചോദിച്ചുകൊണ്ടിരിക്കും. എന്ത് വുഡിലാണ് ചെയ്യുന്നത്? മർബോനാണ് ചെയ്യുന്നത്. മർബോനാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയാണ്. ഒരിക്കലും ടെൻഷൻ കുറക്കാൻ പറ്റും. അതെ തീർച്ചയായിട്ടും. പിന്നെ ഈ ഷട്ടറിന് ഇനി മർബോന വേണമെന്നില്ല, നിർബന്ധമില്ല. കാരണം ഷട്ടറിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. കാരണം ഇത് ചെതിൽ ഉടിക്കൂല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരാം. ഇത് ഈ നമ്മൾ ഈ കട്ടിലാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് മണ്ണൊക്കെ പോകുന്നത്. അതെ. ഓക്കെ, ഇപ്പൊ ഇതുപോലെ ഡോറുകളൊക്കെ ഞാൻ കണ്ടു. ഇതിപ്പോ ഒരു വലിയ ഡോറും അതിന്റെ സബായിട്ടുള്ള ചെറിയ ഡോറും. അതെ. എത്ര വലുപ്പം വരെ ഗ്രാൻഡ് ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും? അതായത് ഇപ്പൊ നമ്മളിവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഒരു ഡോർ അവിടെ ഇരിക്കുന്നുണ്ട്. അത് എടുക്കണേ തന്നെ കുറച്ച് പണിയുണ്ട്. 9 അടി ഹൈറ്റ് ആണ്. 9 അടി ഹൈറ്റും 200 സെന്റിമീറ്റർ വീതിയുള്ള ഡോർ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കിവിടെ എടുത്തു വെക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒഴുക്കുക. ഇത് നമുക്കൊരു 130ഓളം എടുത്തു വരുന്നുണ്ട്. 130 മഹാഗണി ഉണ്ട്. ഇത് കണ്ടില്ലെങ്കിൽ ഇതിന്റെ ഫിനിഷിങ് മഹാഗണിയാണ്. ഇനി ഇതിലെ മുഴുവൻ വർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു ഡോറുമ്പോ നമ്മള് CNC കട്ടിങ് വരുന്നുണ്ട്. ഈ ഡോർ പ്ലെയിൻ ആയിട്ട് നിൽക്കും. ഇത് സോളിഡ് ആയിട്ട് എത്ര mm കൊടുക്കുന്നത്? ഇത് 45 പിന്നെ 45 mm അതിൽ വരുന്നുണ്ട്. അപ്പൊ സോളിഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ അതിന് പറ്റിയ നല്ല മരങ്ങളിൽ ചെയ്യണം. ട്രീറ്റ് ചെയ്താണ് കേട്ടോ. ട്രീറ്റ് ചെയ്ത മഹാഗണിയാണ്. നമ്മള് ഒരുപാട് മോഡലുകൾ മുമ്പ് കാണിച്ചാണ്. നമ്മളെ 2-3 വീഡിയോയിൽ തന്നെ വീടുകളിൽ ചെയ്തതൊക്കെ കാണിച്ചിരുന്നു. തീർച്ചയായിട്ടും. ഇവിടെ ജനാല കട്ടിലുകള് ഒക്കെ ഉണ്ടാക്കി കൊടുക്കും. ഈ ജനാലണ്ടില് ഇത് ലക്ഷദ്വീപുകളാണ്. ലക്ഷദ്വീപുകൾ ആദ്യം സ്പെഷ്യൽ. അവിടെ ഈ ഉപ്പിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഇവിടെ മരം തന്നെ മരം തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മരം തന്നെ
ഇട്ടിട്ടാണ് ചെയ്യുന്നത്. മെറ്റൽ റാഡ് ഒഴിവാക്കി. അവിടെ പിന്നെ നമ്മളെ അവിടുത്തെ കള്ളന്മാരൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ടെൻഷനില്ല. ഇത് മാത്രല്ല, വലിയ വലിയ വിൻഡോകൾ കാണുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വമ്പൻ വിൻഡോ ആണല്ലോ. ഇതൊക്കെ മാർബോൾ തന്നെ ചെയ്തേ? ഇതൊക്കെ മാർബോൾ. ഇതൊരു ചുമര്, ഏകദേശം ഒരു ചുമര് ഫുൾ ആയിട്ടുണ്ടാവും. ഫുൾ ചുമരിന് നേരെ വിൻഡോ ഒക്കെ അങ്ങ് വെക്കുക. അതെ അതെ. ഇതൊക്കെ വർക്കിന് കഴിഞ്ഞ് അതിന്റെ പിന്നെ ഷട്ടറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴാണ് ഇതിന്റെ ശരിക്കുള്ള അതിന്റെ ഭംഗി എടുത്ത് കാണിക്കുക. ഇതിപ്പോ ഏത് വീട്ടിലും നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അതെ അതെ. ഇപ്പൊ കൂടുതൽ ആൾക്കാർ ഈ മാർബോളിലേക്ക് വരുന്നുള്ളൂ. ശരിക്കും ഇപ്പോൾ ഒരു 8 പാർട്ടിന്റെ ഇപ്പൊ കേറി പോവാണ്ട്. നമ്മളിങ്ങനെ ഓരോ ട്രിപ്പായിട്ട് കേറി പോകുന്നുണ്ട്. 8 പാർട്ടിന്റെ ഇപ്പൊ കേറി പോവാണ്ട്. കട്ടിലകളാട്ടോ ഇവിടെ. അതെ 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 അതെ. ഓക്കെ. ഇപ്പൊ ഏതൊക്കെ വീട്ടിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്? ഇപ്പോ നമ്മൾക്ക് ഈ ഡോളറിന്റെ പ്രശ്നം കൊണ്ട് പിന്നെ മരത്തിന് പുറത്തുനിന്ന് വരുന്ന മരത്തിന് ലേശം റേറ്റ് കൂടുതലുണ്ട്. അപ്പൊ അതിനെ ഒന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹിൽവുഡ് പിന്നെ ആഫ്രിക്കയിൽ നിന്ന് ഈ റോസ് വുഡ് എന്ന് പറഞ്ഞ മരം ഇപ്പൊ ട്രീറ്റ് ചെയ്ത് ഇറക്കുന്നുണ്ട്. അതിപ്പോ ഒരാഴ്ച കൊണ്ട് ലോഞ്ച് ചെയ്യും. അപ്പൊ ഇതിന് റേറ്റ് ലേശം നമ്മളെ മർബോക്ക് റേറ്റ് കൂടി, നല്ല റേറ്റ് കൂടിയുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഇൻഷാല്ലാ അടുത്തൊരാഴ്ച കൊണ്ട് സംഗതി എത്തും. അപ്പൊ കുറച്ച് റേറ്റിൽ കുറച്ചും കൂടി കുറഞ്ഞു കിട്ടുകയും ചെയ്യും. നാടൻ മരങ്ങളിലാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞിട്ടുള്ളത് അയിനിപ്ലാവാണ്. പിന്നെ പ്ലാവ്, നാടൻ ഒക്കെ നമ്മൾ നാടനെ ചെയ്യുന്നുള്ളൂ. എന്താ പറയുക, നമ്മൾ നിർമ്മിച്ചു കൊടുക്കുന്നത്, നമ്മൾ സൈസ് വിൽപ്പനക്കാരല്ല. അപ്പൊ നിർമ്മിച്ചു കൊടുക്കുന്ന സാധനങ്ങൾ എപ്പോഴും നല്ല ക്വാളിറ്റി സാധനം ഇല്ലാഞ്ഞാൽ അത് നമുക്ക് പണിയാണ്. മരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്താ. വമ്പൻ വിൻഡോ, ഇത് ഒരു നിലന്റെ അപ്പുറം ഉണ്ടല്ലോ. ഇതൊക്കെ മരത്തിൽ ചെയ്യാന്ന് പറഞ്ഞാല് ഇതുപോലുള്ള മരത്തില് ബെൻഡായി പോകുന്നുള്ള ടെൻഷൻ ഉണ്ടോ? ഒരു ടെൻഷനില്ല. അതായത് ഇന്ന് വിപണിയിൽ ഇറങ്ങുന്ന ഹാർഡ്വുഡിൽ ഏറ്റവും നല്ല മരാണ് ഈ വുഡിന്റെ ഈ മർബോ എന്ന് പറഞ്ഞ സാധനം. ഒരു പേടി അതിന് പേടിക്കാൻ, ടെൻഷൻ ഫ്രീ ആണ്. ഇതൊക്കെ അതിൽ തന്നെ ആയിരിക്കും. നല്ല സൈസ് ആണല്ലോ. അത് 4 ഇഞ്ച് കനം, 4 കനം 9 ഇഞ്ച് വീതിയിലുള്ള ഏറ്റവും വലിയ കട്ടിലാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ മഴന്റെ വെച്ചിട്ട് പ്രശ്നം കൊണ്ട് പൊന്തിച്ചു വെക്കാനുള്ളൊരു സൗകര്യം കുറവുണ്ട്. നോക്കണമെങ്കിൽ 2-3 ആൾക്കാർ വേണം. അതെ അതെ അതെ. ഇതെന്താണ് സംഭവം? ഇതൊരു ഡോർ തന്നെയാണോ? ഇത് ശരിക്കും ഇത് ഡോറാണ്. ഈ സെന്ററിലുള്ള ഇത് പിന്നെ ഗ്ലാസ് മൊത്തത്തിൽ വലിയ ഗ്ലാസ് ആണ് വെക്കുന്ന ടൈപ്പിലുള്ള സെന്റർ വരെ ഗ്ലാസ് വരും. ഇതണ്ട ഇതിന്റെ കൊത സെന്റർ വരെ അതിന് സെന്റർ അതിലും ഗ്ലാസ് ആണ് വരുന്നത്, ഇതിലും ഗ്ലാസ് ആണ് വരുന്നത്. ഇതിപ്പോ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു സൈറ്റിക്കുള്ളതാണ്. അതേ സൈറ്റിക്കുള്ള തന്നെയാണ്. അതേ സൈറ്റിക്കുള്ളതാണ് ഇത്. കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോ മറ്റൊരു കാര്യം എന്ന് വെച്ചാലേ, ഇതിപ്പോ നമ്മള് കേരളത്തിൽ എല്ലായിടത്തും നമ്മളെ സർവീസ് ഉണ്ട് ആൾറെഡി അല്ലേ? കേരളത്തിൽ ഓൾറെഡി ഉണ്ട്, കേരളത്തിന്റെ പുറത്തുണ്ട്. സർവീസ് നമ്മൾ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ശരിക്ക് നമ്മൾ ഇവിടെ കേരളത്തിൽ ശരിക്ക് നമ്മളിങ്ങനെ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പാർട്ടി നിങ്ങൾക്കറിയാലോ, നമ്മൾ ഈ ഫീൽഡിലായിട്ട് ഇപ്പോ നിങ്ങൾ തന്നെ 6 കൊല്ലം പോലെ മനസ്സിലായില്ല. അപ്പോൾ അന്ന് മുതലേ നമ്മൾ ഇത് മിക്ക ആളുകളും വന്നു പോക്കാണ്. പക്ഷെ നമ്മളങ്ങനെ നമ്മൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സൈറ്റിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ വീടിന് വിൻഡോ വേണമെങ്കിൽ ആദ്യം സൈറ്റിൽ വന്ന് മെഷർമെന്റ്സ് എടുക്കണം. അതിനുശേഷം എന്ത് വുഡാണ് തെരഞ്ഞെടുക്കണം, മോഡൽ കൊടുക്കണം, അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ്. തീർച്ചയായിട്ടും അത് മെഷർമെന്റ് എടുക്കുന്ന പിന്നെ പടവ് കഴിഞ്ഞിട്ടുള്ളതാണ്. പടവ് കഴിയാത്താണെന്നുണ്ടെങ്കിൽ ഡ്രോയിങ് തരുന്നതിനനുസരിച്ച് അങ്ങനെ നമ്മൾ നിർമ്മിച്ച് ഉണ്ടാക്കി കൊടുക്കും. കുറച്ചുകൂടി എളുപ്പമുള്ള പരിപാടി. ഈ എഞ്ചിനീയേഴ്സ് ആർക്കിടെക്ട്സ് ഒക്കെ ഉള്ള കറക്റ്റ് പ്രൊജക്ട് ഇതൊക്കെ വലിയ വിൻഡോകൾ തന്നെയാണ്. ഇനിയിപ്പോ വിൻഡോകളുടെ മോഡൽ എന്നുള്ളത് ഇപ്പൊ കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതൊരു ഇപ്പോഴുള്ള ഒരു മോഡലാണ്. ഫിക്സഡും 2 ഓപ്പണും കൂടുതലും ഈ പ്ലെയിൻ ആണ് വരുന്നത്. പ്ലെയിൻ സിമ്പിൾ ആയിട്ട് പ്ലെയിൻ ആണ് വരുന്നത്. ഞാൻ ഈ മോഡലിലേക്ക് ഈ പിന്നെ ഷട്ടറുകളൊക്കെ മോഡലിലേക്ക് പോകും. ഞാൻ അവരോട് പറയാം, നിങ്ങൾ മോഡലിലേക്ക് പോകണ്ട. ഒന്നാമത് നിങ്ങളെ ക്യാഷ് പിന്നെ കൂടുതൽ ചിലവാകും. രണ്ടാമത് അതിനൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മളെ വീടിനായിട്ടൊരു ജോയിന്റ് അതിന് വരില്ല. അപ്പോൾ അത് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്, അതിലേക്ക് മാറുന്നുണ്ട്. ഓക്കെ. എത്ര രൂപ മുതൽ നമുക്ക് ഒരു വാതിൽ കട്ടില ചെയ്തു കൊടുക്കാൻ പറ്റും? ഈ മർബോയിലാണെങ്കിൽ ഇപ്പൊ റേറ്റ് വരുന്നുണ്ട് ഒരു 31 റുപ്യന്റെ മേലെ 9.4 വരുന്നുണ്ട്. അത് ഒരു 5 മാസം മുമ്പ് അത് 28 റുപ്യ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഡോളറിന്റെ വിഷയം കൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെ. അല്ല, മരത്തിന് വില കൂടിയല്ല, നമ്മൾ കൂട്ടിയതോ മരത്തിന് കൂടിയതോ അല്ല. ഡോളർ ഇന്ത്യന്റെ മൂല്യം വളരെ മോശപ്പെട്ട നിലയിലേക്ക് പോകുമ്പോൾ പ്രശ്നമാണ്. അതുകൊണ്ടുള്ള പ്രശ്നം. അതെ 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 അതെ. എപ്പോ വന്നാലും ഇവിടെ സ്റ്റോക്ക് റെഡിയാണ്. തീർച്ചയായിട്ടും ഒരു ടെൻഷനും ഇല്ല. നാടൻ മരം കൊണ്ട് അതേപോലെ
ഉണ്ട്. നിങ്ങളെ കൈ എത്തിക്കുന്നത് ലസം ഇതല്ല, ഇതിന്റെ അടിയിൽ കിടക്കുന്ന തേക്ക് ഫോറസ്റ്റിന്റെ സാധനമാണ്. കുറച്ച് വില കൂടിയ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ നല്ല നല്ല അടിപൊളി സാധനമാണ്. ഇവിടെ കുറെ ഉണ്ട്, എല്ലാം അടിപൊളി തന്നെയാണ്. പക്ഷെ എന്റെ കണ്ണ് ഇതിലേക്കാട്ടോ പോകുന്നത്. ഇത്ര വെയിറ്റ് ഉള്ള തിക്നെസ് ഉള്ള സോളിഡ് വുഡ്. അതെ അതെ അതെ, ഇതൊക്കെ കട്ടിലൊക്കെ വേണ്ടിട്ട്. കട്ടിലൊക്കെ വേണ്ടിട്ട് അത് ഞാൻ പറഞ്ഞ 9/4 ആ കട്ടിലൊക്കെ വരുന്ന സാധനങ്ങളാണ്. ഓക്കെ, ഇതിപ്പോ സ്റ്റോക്കിൽ ഈ സൈസ് വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുക്കുന്നുണ്ടോ? ഓ, സൈസ് കൊടുക്കുന്നുണ്ടല്ലോ. ആ, സൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നിർമ്മിച്ചിട്ടാണെങ്കിൽ ശരിക്ക് നമുക്കൊരു 70% നിർമ്മാണത്തിനാണ് വരവ്. ഒരു 30% സൈസിന് ഉണ്ടാവാറുള്ളൂ സാധാരണ. ഓക്കെ, അതായത് കസ്റ്റമർക്ക് ഒന്നും കൂടെ ഈസിയാണ്. വിൻഡോ വെക്കണം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് മെഷർമെന്റ്സ് എടുക്കും, അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ച് കൊടുക്കും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. പിന്നെ അത് തന്നെയല്ല, നമ്മളെപ്പോലെ സ്റ്റാൻഡേർഡ് കടയിൽ നിന്ന് മില്ലിൽ നടക്കുന്നത് പോലെ അല്ലത്. ഒരു സ്റ്റാൻഡേർഡ് കടയിൽ നിന്ന് സാധനം എടുക്കുമ്പോ പിന്നെ ഇവിടുന്ന് ഒരു കുഴപ്പമുണ്ടാവില്ല എന്നുള്ളത് ആളുകൾക്കറിയാം. ഈ ഫീൽഡിൽ ഞാൻ ഈ ഫീൽഡിലായിട്ട് കല്യാണത്തിന്റെ ഒരുപാടുണ്ട്. പക്ഷെ ഞാൻ ഈ ഫീൽഡിലായിട്ട് 20 വർഷത്തിന് മേലായി. 20 വർഷത്തിന് മേലായി. ഇത് കണ്ടത് ഇതൊക്കെ ഇതാണ് മഹാഗണിന്റെ ട്രീറ്റ് ചെയ്ത സാധനമാണ്. മഹാഗണിയാണ്. അതെ അതെ അതെ, ഫിനിഷ് ആയതാണ്, നേരെ കൊടുക്കാൻ പറ്റും. ഇപ്പൊ ഇതുപോലുള്ള ഡോറുകളുടെ പ്രൈസ് ഇപ്പൊ അവര് പ്രൈസ് എന്താ നിങ്ങൾ പറയാത്ത ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ, എത്ര രൂപ മുതൽ ഇതിന്റെ പ്രൈസ്? ഈ ഡോറിന് കുറച്ച് റേറ്റ് വരും. ഇതെന്താ പറഞ്ഞാല്, ഇത് നമ്മൾ ട്രീറ്റ് ചെയ്ത് ഈ ട്രീറ്റ് ചെയ്യുമ്പോ അത് ഈ ഉണക്കിയെടുക്കണം. ഈ ഉണക്കിയെടുക്കുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാല്, അതായത് 80 ഇഞ്ചിന്റെ മേലെയുള്ള വണ്ണുള്ള മരമല്ല ഞാൻ ഈ ഉണക്കാൻ വേണ്ടിട്ട് ഈ 12 ദിവസത്തെ പ്രോസസ്സിംഗ് ആണ് അതിന്റെ ഉള്ളില്. അത് അതിന്റെ ഉള്ളിൽ കയറ്റിയാല് അതിന്റെ ഉള്ളിൽ നിന്ന് എടുക്കുമ്പോ ഒരു 60-70% ബെൻഡായിട്ടുണ്ടാവും. അതെന്ത് ഈ 50-ന്റെയും 60-ന്റെയും ഈ വണ്ണുള്ള സാധനം പിടിച്ചാല്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ 80 ഇഞ്ച് 90 ഇഞ്ച് 100 ഇഞ്ച് വണ്ണുള്ളതിന് മരത്തിന് നല്ല റേറ്റ് ഉണ്ട്. അതെടുത്തിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വിഷയമാണ്. അപ്പൊ ഈ ഒരു ഡോറിന് നമുക്ക് എങ്ങനെയാലും ഒരു 8 രൂപേന്റെ മേലെ. ഇതേ സാധനം ട്രീറ്റ് ചെയ്യാത്തണെങ്കിൽ ഒരു 6 രൂപ വരുള്ളൂ. ചെയ്തെടുക്കാൻ പറ്റും, തീർച്ചയായിട്ടും ചെയ്യാം. ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഇവിടെ ചെയ്തു തരും. അത് തന്നെയാണ് ഇതിന്റെ കാര്യത്തിൽ, ഈ ഡോറിന്റെ കാര്യത്തിൽ പറയുന്നത്. റേറ്റ് പറഞ്ഞാൽ ഏത് റേറ്റിലും ചെയ്യാം, ഏത് മരം കൊണ്ടും ചെയ്യാം. അതാണ് അതിന്റെ സത്യം. വീടുകൾക്ക് ഉപയോഗിക്കുന്ന വാതിൽ കട്ടില, അതിന്റെ വിലയല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. എത്ര രൂപ മുതൽ ചെയ്യുന്നുണ്ട്? വാതിൽ കട്ടില നമ്മൾ 2,900 മുതൽ ചെയ്യുന്നുണ്ട്. 2,900 മുതൽ മേലോട്ട് പോവാണ്. ഓരോ മോഡൽ റൂമിന്റെ സൈസ് ആയിരിക്കും നമ്മൾ. 2,900 മുതലാണ് വാതിൽ കട്ടിലയുടെ പ്രൈസ് ആരംഭിക്കുന്നത്. കട്ടില, ഡോറ്, വിൻഡോ എല്ലാം ഇവിടെ റെഡിയാണ്. നമ്മളിപ്പോ സർവീസ് എല്ലായിടത്തും പറഞ്ഞു. ഇനിയിപ്പോ ഇത് കൂടാതെ നമുക്ക് സൈറ്റ് വിസിറ്റിന് ടൈം എടുക്കുമോ? എങ്ങനെയാ അതിന്റെ ഒരു കാര്യങ്ങള്? അല്ല, സൈറ്റ് വിസിറ്റ് ഇപ്പോൾ ശരിക്ക് പിന്നെ ഈ ഡീലർമാരായിട്ട് അല്ല, പിന്നെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ ആയിട്ട് അതൊരു ഡീലായി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ഞങ്ങൾ സൈറ്റിൽ പോകും. നമ്മൾ ഡീലാവാതെ സൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ഡ്രോയിങ് വെച്ച് ചെയ്യുന്നതാണ്. ഈ സൈറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഡ്രോയിങ്ങിലുള്ള അളവ് ആവില്ല അവിടെ ഉണ്ടാകുന്നത്. അത് ചെറിയ വേരിയേഷൻ ഉണ്ടാവും. അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പോണത്. പിന്നെ എഞ്ചിനീയേഴ്സ് നിങ്ങൾക്ക് ഒരു സ്കെച്ച് തന്നാൽ അത് അതുപോലെ നമുക്ക് ചെയ്തു നിങ്ങളെ മോഡലിനനുസരിച്ച് ചെയ്യാം. ഇപ്പൊ എഞ്ചിനീയർമാർ ഭയങ്കര പ്രൊഫഷണൽ ആണല്ലോ. വീടുണ്ടാക്കി പഠിച്ചു. അതെ അതെ, ഭയങ്കര പ്രൊഫഷണൽ. വീടല്ലോ, വിൻഡോയുടെ ഡിസൈൻ ചെയ്ത് പഠിച്ചതാണ്. കാരണം ഒരു പരിധി വിട്ടിട്ട് വിൻഡോ ചെയ്യാൻ പറ്റില്ല. അതെ അതെ, അവരിപ്പോ സെർച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ എന്തെല്ലാം ചെയ്യണം എന്നുള്ള നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മരം അതിന് പാകപ്പെട്ടു വന്നു. അതെ അതെ, തീർച്ചയായിട്ടും. ഇവിടെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കും അല്ലേ? അതെ 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 അതെ. ഇപ്പൊ ഇതിന്റെ വർക്കിന്റെ കാര്യം പറഞ്ഞപ്പോ ഫിനിഷിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ കട്ടിങ് ആണെങ്കിലും അതിന്റെ ഹോൾസ് ആണെങ്കിലും ഒക്കെ അതൊക്കെ മെഷീനറികളൊക്കെ യൂസ് ചെയ്യുന്നിട്ട് തന്നെയാണല്ലോ എല്ലാവരും. പിന്നെ ഇപ്പൊ നമുക്കിപ്പോ മൊത്തത്തിൽ ഇപ്പൊ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുള്ള സംഭവം ഈ സ്ക്വയർ ഹോൾ ഇടുക എന്നുള്ളതാണ്. സ്ക്വയർ ഹോൾ ഇടുമ്പോൾ നല്ല ടൈം പോവും. പിന്നെ അത് ശരിക്കും അതിന്റെ പെർഫെക്റ്റ് ആയി കിട്ടൂല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈഡ്രോളിക്കിന്റെ മെഷീൻ ഉപയോഗിക്കുന്നത്. അതിലാണെങ്കിൽ നമുക്ക് എത്ര വലിയ തുളയും ചെറിയ തുളയും ഒരു സെക്കൻഡ് കൊണ്ട് ഇടാം. അത് വളരെ കൃത്യമായിട്ട്. പിന്നെ ലേബേഴ്സ് ഫുള്ള് ഇല്ല. ഇപ്പൊ നമ്മളെ നാടൻ പണിക്കാരാണ്. നമ്മൾ പുറത്തുനിന്ന് ഒരു ആള് പോലും ഇല്ല. ജനലുകളും ഡോറൊക്കെ ഇങ്ങനെ കേറി പോയിക്കൊണ്ടിരിക്കും അല്ലേ? അതെ അതെ അതെ. ഈ ലോഡ് എങ്ങോട്ടാ പോണ്? ഇത് പേരാമ്പ്ര, നമ്മളെ കോഴിക്കോട് ഡിസ്ട്രിക്റ്റില് പേരാമ്പ്ര എന്ന സ്ഥലത്തുകളാണ്. പേരാമ്പ്രേക്കാണ് അഷ്റഫ് മാഷിക്കുകളാണ്. ഇങ്ങനെ ഒരുപാട് ലോഡുകൾ ഇങ്ങനെ പോണു. അതെ അതെ അതെ. ഇതിപ്പോ വലിയ വിൻഡോ ഇതിൽ പോയി അല്ലേ? വലിയ വിൻഡോയിൽ കയറി. വിൻഡോ കയറി.
ഇപ്പൊ നമ്മുടെ ഇവർക്ക് 2 ലോഡ് ഉണ്ടാവും, 2 ലോഡ് 2 ലോഡ് സാധനം. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇത് കയറാന് ചങ്ങരംകുളത്തേക്കുള്ളത്. ഇത് ചങ്ങരംകുളത്തേക്കാണ് ഈ വലുത്. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ഇതുപോലെ നമ്മുടെ വ്യൂവേഴ്സിന് താല്പര്യം ഉണ്ടാവും മരത്തിൽ ഇതുപോലെ അവരെ വീടും അടിപൊളിയാക്കണമെന്ന്. അപ്പോ അവർക്ക് നിങ്ങളെ നമ്പറിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ മരമായിട്ട് ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങളിപ്പോ മരത്തിന്റെ കട്ടിൽ ഉപയോഗിക്കുന്നില്ല എന്നിരുന്നാലും വിളിച്ചോട്ടെ അല്ലെ. തീർച്ചയായിട്ടും സംശയങ്ങൾ നമ്മളെ കൊണ്ട് എന്തെല്ലാം സംശയങ്ങൾക്ക് എന്തെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാം. ഞാൻ വെറുതെ പറഞ്ഞല്ലോ കേട്ടോ, വർഷങ്ങളായിട്ട് ഈ ഒരു മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള സംശയങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, എന്നിട്ട് നിങ്ങൾ വെച്ചാൽ മതി. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.